ട്രംപ് പ്രഖ്യാപിച്ച സീസ് ഫയറോടുകൂടി ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഒരു പര്യവസാനം അതെങ്ങനെയാണ്? അത് ഈ സീസ് ഫയറോട് കൂടിയാണോ? അല്ലെങ്കിൽ അതെങ്ങനെ പര്യവസാനിക്കും? എന്തൊക്കെയാണ് ഇനി ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇറാനും ഇസ്രയേലും ഒക്കെ നേരിടേണ്ടി വരുന്ന, മിഡിൽ ഈസ്റ്റ് നേരിടേണ്ടി വരുന്ന അനന്തര ഫലങ്ങൾ? ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ ഉൾപ്പെടെയുള്ള ഒപ്പക് രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ഗൗരവപരമായ ചർച്ചയ്ക്ക് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. ഇസ്രയേൽ ഫലസ്തീൻ എന്നുള്ള ഒരു വിഷയം ആരംഭിക്ക്, അതില് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘം ആരംഭിച്ച ഒരു സംഘർഷം പിന്നീട് അത് ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നമായി മാറി. അതിനെ തുടർന്ന് അതിന്റെ വികാസത്തിന്റെ ഭാഗമായി അതിൽ ഇറാനും കൂടി ചേരുന്നു. അങ്ങനെ ഇറാൻ ഇസ്രയേൽ പ്രശ്നം എന്നത് അറിയപ്പെടുന്നു. അതിൽ അമേരിക്ക ഇടപെടുന്നു. ഇവിടെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചാൽ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത്, ഇറാൻ ഉയർത്തിക്കൊണ്ടുവന്ന വംശീയവാദം അത് ഹമാസ് ഉയർത്തിയ വംശീയവാദത്തിന്റെ തുടർച്ച തന്നെ ആയിരുന്നു. എന്നാൽ യഹൂദന്മാരെ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള പരിശുദ്ധ ഖുറാന്റെ ആഹ്വാനം ചെവിക്കൊള്ളാൻ മറ്റെല്ലാ ഇസ്ലാമിക രാഷ്ട്രീയങ്ങളും ഫലസ്തീന്റെ കൂടെയോ ഇറാന്റെ കൂടെയോ അണിനിരക്കാൻ തയ്യാറായില്ല എന്ന് നമ്മൾ കാണാം. പാകിസ്ഥാനോ സിറിയയോ ജോർദാനോ അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ ഒരുപക്ഷെ അതിനെ പിന്തുണച്ചേക്കാം. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും, തീവ്രവാദികൾ നയിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും ഒരു പിന്തുണ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഫലസ്തീനും ഇറാനും പരാജയപ്പെട്ടു. UAE പോലെയുള്ള രാജ്യങ്ങളും സൗദി അറേബ്യയും ഖത്തറും പോലെയുള്ള ഇസ്ലാമിക ലോകത്തെ ശക്തി കൂടിയ രാജ്യങ്ങൾ, അവരുടെ പിന്തുണയും കാര്യമായിട്ട് ഉണ്ടായില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തമ്മിലടിക്കുന്നതൊക്കെ കൊള്ളാം, യുദ്ധം ചെയ്യുന്നതും കൊള്ളാം, ഖുറാനെ സംരക്ഷിക്കുന്നതും കൊള്ളാം, അള്ളാഹുവിന് വേണ്ടി മരിക്കുന്നതും കൊള്ളാം. പക്ഷേ നമ്മന്റെ കച്ചവടത്തിന് ദോഷമായിട്ട് വരുന്ന കാര്യം കയറി ചെയ്താൽ കഞ്ഞികൂടി മുട്ടും മക്കളെ എന്നുള്ള ഒരു ഉൾവിളി അകത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത്, പലപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നതായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ ഉണ്ടാവുന്ന ഒരു ആശങ്കയുണ്ട്. എണ്ണവില ഉയരുമോ? ക്രൂഡ് ഓയിലിന്റെ കച്ചവടം തടയപ്പെടുമോ? ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ലോകരംഗത്ത് ഉയരുന്നത്. പക്ഷേ ഇത്തവണ അത്തരം ചോദ്യങ്ങൾക്ക് അധികം മൂർച്ചയുണ്ടായില്ല, ഗൗരവമുണ്ടായില്ല, വലിയ മുഴക്കവും കേട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഗൗരവതരമായി ഒപ്പക് രാജ്യങ്ങൾ ചിന്തിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഗൾഫ് മേഖലയെ ആശ്രയിച്ചുകൊണ്ടുള്ള എണ്ണ വ്യാപാരം ആഗോള രംഗത്ത് കുറഞ്ഞു വന്നു. ആ രംഗത്തേക്ക് ഇപ്പോൾ റഷ്യ കടന്നു വന്നു, അമേരിക്ക കടന്നു വന്നു, ആഫ്രിക്കൻ രാജ്യങ്ങൾ കടന്നു വന്നു. അങ്ങനെ വരുമ്പോൾ ഗൾഫിലെ എണ്ണയും പ്രകൃതിവാതകവും ഇല്ലാതെ തന്നെ ഇന്ത്യ അടക്കമുള്ള വൻകിട ഇറക്കുമതി രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു അവസ്ഥ ഒപ്പക് രാജ്യങ്ങൾ മനസ്സിലാക്കി. അതായത്, നമ്മളിവിടെ പ്രശ്നമുണ്ടാക്കി നമ്മുടെ തന്നെ മാർക്കറ്റ് നശിപ്പിച്ചാൽ ഇന്ത്യയെ പോലെയുള്ള വൻകിട ഇറക്കുമതി രാജ്യങ്ങൾ മറ്റു വഴി തേടി പോകും. അവരെ ചാക്കിട്ട് പിടിക്കാൻ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാണ്. അപ്പൊ നമ്മളിപ്പോ ഗൾഫിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഒപ്പക് രാജ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇമേജ്, എണ്ണ മുഴുവൻ കിടക്കുന്ന ഗൾഫിലാണെന്നാണ്. അല്ല, എണ്ണ മുഴുവൻ ഗൾഫിലല്ല കിടക്കുന്നത്. ഗൾഫുകാര് ചെറിയ രാജ്യങ്ങൾ എണ്ണ വിറ്റ് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സത്യത്തിൽ എണ്ണ ഏറ്റവും കൂടുതലുള്ളത് റഷ്യയിലാണ്, അത് അമേരിക്കയിലാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലും എണ്ണയുണ്ട്. അവർക്കത് കുഴിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യയും കാശും ഇല്ലാത്തത് കൊണ്ട് പാവങ്ങൾ കുറേശ്ശെയൊക്കെ വിറ്റ് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ യുദ്ധം അങ്ങോട്ട് മുറുകി, ഫോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നു, ഗൾഫ് രാജ്യങ്ങളോട് സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കച്ചവടം അസാധ്യമായി വരുന്നു എന്നുണ്ടെങ്കിൽ കച്ചവടത്തിന്റെ പുതിയ കമ്പോളങ്ങൾ തുറക്കും, പുതിയ മാർക്കറ്റുകൾ തുറക്കും. അവര് ഈ ആഗോള കച്ചവടം കൊണ്ടുപോവുകയും ചെയ്യും. യുദ്ധമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സമാധാനമായി എണ്ണ മേടിക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞാൽ അന്ന് എണ്ണ മേടിക്കാൻ ആരും കാണുകയില്ല. ഈ ചർച്ചയാണ് ഇപ്പോൾ ഒപ്പക് രാജ്യങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന അതീവ ഗൗരവമുള്ള ചർച്ച.
ഈ വിഷയമാണ് അമേരിക്ക ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. അതായത് നിങ്ങൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കച്ചവടം പോകും, നിങ്ങളുടെ മാർക്കറ്റ് പൂട്ടിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹുവും ഉണ്ടായില്ല, സുന്നിയും ഉണ്ടായില്ല, ഷിയായും ഉണ്ടായില്ല, ഖുറാനും ഉണ്ടായില്ല, തീവ്രവാദ സംഘടനകളുടെ ഉപദേശങ്ങൾക്ക് ആരും ചെവിക്കൊടുത്തുമില്ല. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ സംഘർഷം എത്രയും പെട്ടെന്ന് കെട്ടടങ്ങാനാണ് സാധ്യത. അവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സമാധാനപരമായ ഒരു മാർക്കറ്റ് തുറക്കുക എന്നുള്ളത് ഒപ്പക് രാജ്യങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അവർക്ക് ഈ എണ്ണ വിറ്റല്ലാതെ വേറെ ഒരു വരുമാന മാർഗവും ഇല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ട്രേഡ് എന്ന് പറയുന്നത് എണ്ണ മാത്രമല്ല. പക്ഷെ ഒപ്പക് രാജ്യങ്ങളെ കുറിച്ച് ട്രേഡ് എന്ന് പറയുന്നത് എണ്ണ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇറാൻ ഇറാഖ് സംഘർഷം അധികം മുന്നോട്ട് പോവില്ല. ഇറാൻ ഇസ്രയേൽ സംഘർഷം അധികം മുന്നോട്ട് പോവില്ല. അതുപോലെ ഇറാന്റെ കടുംപിടുത്തം ഒരിക്കലും ഇനി നിലനിൽക്കില്ല. ആയുധം വെച്ച് കീഴടങ്ങി കച്ചവടം തുടങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് പല കാര്യങ്ങൾ അവരെ നിർബന്ധിതമാണ്. ഒന്നാമത്തെ കാര്യം അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഇപ്പം ഇറാന് മനസ്സിലായി. ഇറാന് സ്വന്തമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രയേലിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതും ഇറാന് മനസ്സിലായി. ഇസ്ലാമിക വികാരം ഉയർത്തിപ്പിടിച്ചാലും പരിശുദ്ധ ഖുർആൻ തുറന്നു കാണിച്ചാലും അള്ളാഹു അക്ബർ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും ഒരു മുസ്ലിം രാജ്യങ്ങളും ഇറാനെ സഹായിക്കാൻ വേണ്ടി വരാൻ പോകുന്നില്ല എന്നുള്ളതും മനസ്സിലായി. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് പ്രധാനമായിട്ടുള്ള അവരുടെ ജീവിതമാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് വിൽക്കണം, ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. അതുകൊണ്ട് ഈ അലമ്പും ബഹളവും ഒച്ചയും യുദ്ധവും ഒക്കെ ആണെങ്കിൽ ഞങ്ങള് നിന്റെ കട പൂട്ടും എന്ന് പറഞ്ഞപ്പോ പരിപാടി പെട്ടെന്ന് തീരാനാണ് സാധ്യത. ചുരുക്കി പറഞ്ഞാൽ ആഗോള സമാധാനവും വാണിജ്യ സമാധാനവും ഉറപ്പുവരുത്തുന്ന ഒരു യാഥാർത്ഥ്യബോധത്തിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കുള്ള അതിശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. അതുകൊണ്ട് നിങ്ങൾ തീവ്രവാദം വളർത്തുകയാണ് എങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ ഇനി ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് അത്ര തന്നെ ഒരുക്കമായിരിക്കുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് തരത്തിൽ മിഡിൽ ഈസ്റ്റിനെ അത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ വ്യാപാര ബന്ധങ്ങളെ എണ്ണയുൾപ്പെടെയുള്ള കയറ്റുമതി ഇറക്കുമതികളെയൊക്കെ ബാധിച്ചേക്കാമായിരുന്നു. ഈ സീസ് ഫയർ എത്രത്തോളം ഫലപ്രദമാകുമെന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. സീസ് ഫയറിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നുവെന്നും ട്രംപ് കനത്ത രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരേണ്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അത്യാവശ്യമാണ്. ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ മുഴുവൻ എണ്ണയും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നല്ല എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ വ്യാപാര ബന്ധങ്ങൾ വഷളാവാതെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവാൻ ഇറാൻ ഇസ്രയേൽ യുദ്ധം പര്യവസാനിക്കണം എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.